ഈ അടുത്തല്ലേ നമ്മുടെ മലയാളക്കര സാക്ഷ്യമായത്? ഒരു ഉമ്മയതാ മീഡിയകളെ വിളിച്ചു വരുത്തിയിട്ട് മീഡിയകളുടെ മുമ്പിൽ ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ്. മുഖം മറച്ച ഒരു ഉമ്മ. ആ ഉമ്മയാരാണെന്ന് കാണാതിരിക്കാൻ, എന്നാൽ അവർക്ക് തൻ്റെ മോനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ. മീഡിയകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹോദരി പങ്കുവെച്ചതെന്താ? എൻ്റെ മോൻ എൻ്റെ വീട്ടിലേക്ക് രാത്രി കയറി വരുമ്പോൾ ഞാൻ പൂച്ചയെപ്പോലെ പേടിച്ചെൻ്റെ റൂമിലേക്ക് ഒതുങ്ങാറാണ് പതിവുള്ളത്. വാതിൽ ലോക്ക് ചെയ്യാതെ എനിക്ക് കിടന്നുറങ്ങാൻ ധൈര്യം വരുന്നില്ല. എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരികയാണ്. ഉമ്മ എന്ന സ്നേഹത്തോടെ ഉമ്മ വയ്ക്കാനല്ല, അവൻ്റെ കാമം തീർക്കാനുള്ള ഭോഗവസ്തുവായി 10 മാസം അവനെ നൊന്തുപറ്റ ഉമ്മയെ ലൈംഗികമായ ആവശ്യത്തിന് വേണ്ടി പ്രാപിക്കുവാൻ വേണ്ടി ഉമ്മയെ സമീപിക്കുന്ന ബെഡ്റൂമിൽ ചെന്ന് ഉമ്മയെ സമീപിക്കാൻ വരുന്ന മോനാണ്. ഞാൻ എങ്ങനെ ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ ഉമ്മമാർക്ക് തുണയല്ലേ? മറ്റുള്ളവരുടേതായ കാമനോട്ടങ്ങളില്ലെന്ന്, മറ്റുള്ളവരുടേതായ അക്രമങ്ങളില്ലെന്ന് ഒരു വീട്ടിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ എന്തൊരു ധൈര്യമാണ് ഇന്നത്തെ ഉമ്മമാർക്ക്. പക്ഷേ ആ ധൈര്യത്തിൻ്റെ അവസ്ഥ പോലും നമ്മുടെ വീടുകളിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ ഉമ്മമാര് പേടിക്കേണ്ടി വരുന്നു. എവിടേക്കാ ലോകത്തിൻ്റെ പോക്ക്? MDMA എന്ന് പറയുന്ന രാസലഹരി അടക്കമുള്ള സിന്തറ്റിക് ലഹരികളുടെ കുത്തൊഴുക്കാണ് നമ്മുടെ കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ പലപ്പോഴും മുമ്പിലുള്ളത്. ഇന്നും നിങ്ങൾ വായിച്ചില്ലേ, നമ്മുടെ ഈ സമുദായത്തിലെ ഒരു മെമ്പർ, ഒരു മുസ്ലിം പേരുള്ള മാപ്പിള ചെറുക്കൻ, അയാളെ അതാ MDMAയുമായി പോലീസ് വളയുകയാണ്. പോലീസിന്റെ പിടുത്തത്തിൽ പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അയാൾ തൻ്റെ കയ്യിൽ അയാൾ വിൽപ്പനയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള 2 പാക്കറ്റ് MDMA അയാൾ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങുകയാണ്. വിഴുങ്ങി എന്ന് മാത്രമല്ല, പോലീസുകാർ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വേണ്ടി അയാളുടെ വയറ്റിൽ നിന്ന് സ്കാനിങ്ങിലൂടെ സാധനം കണ്ടെത്തി. അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഏർപ്പെടുമ്പോഴേക്ക് ബോധം പോയി ആ ചെറുപ്പക്കാരൻ മയ്യത്തായി മരിച്ചു വീഴുന്നു. ഓ ഉമ്മമാരെ, എന്തിനാ എവിടേക്കാണ് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത്? എത്രയെത്ര തട്ടമിട്ട പെൺകുട്ടികളാണ് ഇതിൻ്റെ കരിയർമാരായി പോകുന്നത്. എന്തേ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത്? എന്തേ നമ്മുടെ സമുദായത്തിന് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു പ്രത്യേക രാത്രിയിലോ ഒരു പകലിലോ അങ്ങ് പറഞ്ഞതല്ല. മറിച്ച് ആ വിളിച്ച് പറയുന്നതിൻ്റെ മുമ്പേ റബ്ബൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു ഈമാനികമായ മാനസികമായ അവസ്ഥയും റബ്ബിനെ കുറിച്ചുള്ള പേടിയും പരലോകത്തെക്കുറിച്ചുള്ള ഭയവുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തോടാണ് അള്ളാഹ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരവസാനിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. എന്തേ പ്രശ്നം എന്ന് അന്തിച്ചർച്ചകളിലൂടെ ചാനലുകൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ പരിഹാരമുണ്ടോ? അതാണ് ഖുർആനിന് പറയാനുള്ളത്. അതേ ഒരു സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണോ പരിവർത്തിപ്പിച്ചത്, ഏകനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് മരണാനന്തരം പോയി നിൽക്കണമെന്നും വിചാരണയുണ്ടെന്നും ഈമാനികമായ നിലക്ക് താൻ ഉന്നതി പ്രാപിച്ചിട്ടില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിയിൽ വെന്തരിയേണ്ടി വരുമെന്നുമുള്ള ആ ഒരു മതരംഗത്തുള്ള മതബോധവും ആ ധാർമ്മികമായ പാഠവും നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോകുന്നു. അതാണ് പരിഹാരം, അതാണ് പ്രശ്നം. എന്തേ നമ്മളെ മക്കൾ പഠിക്കുന്നുണ്ടോ? ചിന്തിക്കും ഉമ്മമാരെ, ഉപ്പമാരെ. ഇതുപോലെയുള്ള വേദികളിൽ ടീനേജുകാരി എത്ര വന്നിരിക്കുന്നുണ്ട്. എത്ര ടീനേജുകാരി കസേരകളിലുണ്ടാകും. നമ്മുടെ മക്കൾ ആലോചിക്ക്, കണക്കെടുക്ക്. എൻ്റെ വീട്ടിൽ എനിക്കെത്ര പ്രായം തികഞ്ഞ ടീനേജുകാരായ ആൺമക്കൾ എത്രയുണ്ട്, പെൺമക്കൾ എത്രയുണ്ട്. ഞാൻ നോട്ട് ബുക്കും ഖുർആനും പെൻസിലുമൊക്കെയായി എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ടീനേജുകാരിയായ മകൾ കൂടെ വരുന്നുണ്ടോ? എൻ്റെ ടീനേജുകാരനായ മകൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പലപ്പോഴും അവർ നമ്മുടെ മുമ്പിൽ കള്ളം പറയുകയാണ്. എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് ട്യൂഷൻ ഉണ്ട് ഉമ്മ, എനിക്ക് കമ്പ്യൂട്ടർ വർക്കുകൾ ഉണ്ട് ഉമ്മ, എനിക്കൊരുപാട് പ്രത്യേകമായ പോർഷനുകൾ പഠിച്ചു തീർക്കാനുണ്ട് ഉമ്മ.
അതുകൊണ്ട് ഉമ്മ വയ്ക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ആ സമ്മതവും വാങ്ങിയിട്ട് നിങ്ങളിവിടെ 1-1.5 മണിക്കൂർ ഗുരുവര്യന്റെ മുമ്പിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോ നിങ്ങളുടെ മക്കൾ പഠിക്കാനെന്ന് പറഞ്ഞ് നിങ്ങളോട് സമയവും വാങ്ങിയിട്ട് അവർ നെറ്റിന്റെ ലോകത്ത്, സൈബറിന്റെ ലോകത്ത് അധാർമികതയുടെ ചെളിക്കുണ്ടിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങളെ കാണുമ്പോ നിങ്ങൾ പാപ്പ, നിങ്ങൾ ഉമ്മ, നിങ്ങൾക്കൊക്കെ പ്രായമായി, നിങ്ങളെന്ത് പറഞ്ഞിട്ടെന്താ, ഉപദേശിക്കണോ? അവർ നിന്നു തരും. അവരിങ്ങനെ ബുദ്ധൂസ് പോലെ മുമ്പിൽ വന്ന് നിന്നു തരും. ഉപദേശിക്കാൻ ബാപ്പ വിളിച്ചാലും അമ്മ വിളിച്ചാലും അവർ മൈൻഡാണ്. കാരണം അതിനൊക്കെ ട്രോളാൻ അവരിന്നൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഉമ്മാടെ വിളിയുണ്ട്, പോയി നോക്കാം, ഉമ്മാക്കെന്തോ അത് പറയാനുണ്ട്. ഉപ്പയുടെ വിളിയുണ്ട്, പോയി നോക്കാം, എന്തോ ഉപദേശിക്കാനുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞാൽ മോൻ ചോദിക്കും, മോള് ചോദിക്കും, ഉമ്മാനോടും ഉപ്പാനോടും, നിങ്ങൾക്ക് ഇതല്ലാതെ ഒന്നും പറയാനില്ലേ? നിങ്ങളൊക്കെ ജീവിച്ച കാലമാണോ ഇത്? അതെ. എന്നിട്ടവരതിനെ കുറിച്ച് ഉമ്മയും ബാപ്പയും കേൾക്കാതെ ഒരുപക്ഷെ കേൾപ്പിച്ചുകൊണ്ടും ഒരു കമന്റും പാസാക്കും. പാപ്പാക്ക് തന്ത വൈബാണ്, ഉമ്മാക്ക് തള്ള വൈബാണ്, അത് തള്ള വൈബാണ്, അത് തന്ത വൈബാണ്. ഈ രൂപത്തിലുള്ള ട്രോളാനുള്ള ചില വാചകങ്ങളും പഠിച്ചു വെച്ചിട്ട് തന്നെ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയോട്, ഉമ്മയോട് അല്പം പോലും ഒരു സ്നേഹം കാണിക്കാത്ത, ആദരവ് കാണിക്കാത്ത മക്കളെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയിട്ട് നിങ്ങൾ മാത്രം ക്ലാസ്സുകൾക്ക് പോയിട്ടെന്താ ഉമ്മമാരെ? നിങ്ങൾ മാത്രം ഖുർആൻ പഠിക്കാൻ പോയിട്ടെന്ത് പ്രയോജനമുണ്ട് ഉപ്പമാരെ? കാരണം അള്ളാന്റെ കലാമോദിയിട്ട് അവരോടൊരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് വിശാലമാകണ്ടേ? അവർ നിങ്ങളല്ലാനെ പഠിച്ചതുപോലെ അവർ പഠിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാനെ അവർ പഠിച്ചിട്ടില്ലല്ലോ. പരലോക കോടതിയെ അവർ പഠിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ വിചാരണകൾ അവർ പഠിച്ചിട്ടില്ലല്ലോ. അള്ളാന്റെ കിതാബ് പരിചയപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെതായ ഒരു അറകളിലേക്കും അവർക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പരിഹാരങ്ങളുടെ തുരുത്തുകളിലേക്ക്, പരിഹാരങ്ങളുടെ മേഖലകളിലേക്ക് ഓരോ രക്ഷിതാവിൻ്റെയും ശ്രദ്ധ തിരിയണേ എന്നാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ രാത്രിയിൽ എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്.